താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ. ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ. ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ സ്റ്റാലിൻ ദാസ് തിരുവനന്തപുരം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം അതിലെ 9-ാമത്തെ വാക്യം വായിക്കുന്നു. അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് അനുവദിച്ചു നൽകി. ഈ പുതിയ ദിവസത്തിൽ ദൈവത്തിൻ്റെ ധാരാളമായ കൃപകളും കരുതലും അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ വായിച്ച് കേൾപ്പിച്ചതായ വേദഭാഗം ഏറെ പരിചിതമായ ഒരു വേദഭാഗമാണല്ലോ. ദൈവത്തിൻ്റെ ദാസനായ പ്രവാചകനായ ഏലിയാവ് ഒരർത്ഥത്തിൽ താനൊരു പിന്മാറ്റക്കാരനായി, കേവലം ഒരു സ്ത്രീയുടെ വാക്കിനാൽ ഭയന്ന് താൻ ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകുന്ന ഒരു രംഗം നാം കാണുകയാണ്. അതുമാത്രമല്ല, അവനൊരു ഗുഹയിൽ രാപാർത്തു എന്നും നാം കാണുന്നുണ്ട്. എന്നാൽ നാം വായിക്കുന്നത് ദൈവം ഏലിയാവിന് പ്രത്യക്ഷനായി, അല്ലെങ്കിൽ ദൈവം ഏലിയാവിനോട് ഇടപെടുന്ന ഒരു രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, നാം ഇവിടെ വായിക്കുന്നത് ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്നുള്ളതായ ഒരു ചോദ്യവും ഏലിയാവിനോട് ചോദിക്കുകയാണ്. ഏലിയാവിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിരവധിയായ സന്ദർഭങ്ങളിൽ ദൈവം ഏലിയാവിന് പ്രത്യക്ഷനാകുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ ഈ അധ്യായത്തിൽ ഒരു പരാജിതനായിട്ട് കഴിയുന്ന ഏലിയാവിനോടുള്ള ബന്ധത്തിൽ ദൈവം ഏലിയാവിന് പ്രത്യക്ഷനാകുകയാണ്. മാത്രമല്ല, ദൈവശബ്ദം താൻ കേൾക്കുകയാണ്. നാം ഒരുപക്ഷെ ഈ ഭാഗങ്ങളുടെ നിന്ന് കടന്നു പോകുമ്പോൾ ഒരു 4-ാമത്തെ പ്രാവശ്യം ദൈവം ഏലിയാവിനോട് ഇടപെടുന്ന, ഏലിയാവിനോട് വ്യക്തിപരമായി സംസാരിക്കുന്ന, ദൈവം ഏലിയാവിന് വേണ്ടി പ്രത്യക്ഷനാകുന്ന ഒരു അവസരമായി നമുക്ക് ഈ ഭാഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏലിയാവിനെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ താൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഇനി ഒന്നും തനിക്ക് നിവർത്തിക്കുവാനായിട്ടില്ല. തന്നെക്കൊണ്ട് ഉദ്ദേശിച്ചതായ, തന്നെക്കൊണ്ട് ആഗ്രഹിച്ചതായ കാര്യങ്ങളൊക്കെ ദൈവം സാധിപ്പിച്ചു. അതുകൊണ്ട് ഇനി മരിക്കുക എന്നുള്ളതായിരുന്നു ഏലിയാവിൻ്റെ മുൻപിലെ ഏക ആഗ്രഹവും ലക്ഷ്യവുമായിരുന്നത്. ഏലിയാവ് അത് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന്. എന്നാൽ ദൈവാത്മാവ് അല്ലെങ്കിൽ ദൈവദൂതൻ ഏലിയാവിനോട് ഇടപെടുകയാണ്, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഏലിയാവിനെ ധൈര്യപ്പെടുത്തി അയക്കുന്നു. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരോബോളം ഏലിയാവ് യാത്ര ചെയ്തു, 40 രാവും 40 പകലും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ആ 40 ദിവസത്തെ യാത്ര ഒരുപക്ഷെ തന്നെ ശാരീരികമായി ക്ഷീണിതനാക്കി കാണാം. ഒരുപക്ഷെ തന്നെ മറ്റേതെങ്കിലുമൊക്കെ ചിന്താകുലങ്ങളാൽ ഏലിയാവ് ഭയന്നിരിക്കാം. എന്നാൽ ദൈവം
ഏലിയാവിനോട് ഇടപെടുകയാണ്. ആ ഇടപെടുന്ന സന്ദർഭം എന്ന് പറയുന്നത് ഏലിയാവ് വീണ്ടും കിടന്നുറങ്ങുന്നതായ ഒരു സന്ദർഭം. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്നിട്ട് ഏലിയാവിനോട് ചോദിക്കുകയാണ്, ഇവിടെ നിനക്ക് എന്താണ് കാര്യം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ആത്മീക ജീവിതങ്ങളിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം നിവർത്തിക്കപ്പെടേണ്ടതായ ദൈവിക പദ്ധതികൾ നാം മറന്ന്, അല്ലെങ്കിൽ അത് എന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് നമ്മൾ പിന്മാറി നിൽക്കുമ്പോൾ നാം കേൾക്കേണ്ടതായ ദൈവത്തിൻ്റെ ശബ്ദം, ഒരുപക്ഷെ ഞാൻ നിൽക്കുവാൻ പാടില്ലാത്ത ഇടങ്ങളിൽ ഞാൻ നിൽക്കുമ്പോൾ കേൾക്കുവാൻ ഒരുപക്ഷെ സാധ്യതയുള്ള ഒരു ശബ്ദം, ഇവിടെ എന്താണ് എനിക്ക് കാര്യം. ഏലിയാവിനോടുള്ള ബന്ധം ചോദിച്ചത് ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു എന്നുള്ളതാണ്. ആ ഗുഹയിലല്ല ഏലിയാവിന് കാര്യമുള്ളത്. മുന്നോട്ടുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവ് നിവർത്തിക്കേണ്ടതായ നിരവധിയായ ശുശ്രൂഷകളെക്കുറിച്ച്, തൻ്റെ മേലുണ്ടായിരുന്ന ദൈവിക നിയോഗങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏലിയാവ് നിവർത്തിക്കപ്പെടേണ്ടതായ ശുശ്രൂഷകൾ നിവർത്തിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ആ നിലയിൽ ദൈവം ഏലിയാവിനെ പിന്നെയും ശക്തി നൽകുന്നു, ബലം നൽകുന്നു, വലിയ നിയോഗങ്ങൾക്കായിട്ട് അയക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഞാൻ ഈ ഭാഗം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കർത്താവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ ഇടയായിത്തീരണം. അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ സന്ദർഭങ്ങളിലാകാം. ആ സന്ദർഭങ്ങളിൽ നമ്മെ തട്ടി ഉണർത്തി ആ മൃദുവായ ശബ്ദത്താൽ നമ്മോട് ചോദിക്കുന്നതായ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നാണ് ബോധ്യമെങ്കിൽ അങ്ങനെ തന്നെ പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ അടുത്ത ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഏലിയാവിനെ പിന്നെയും വലിയ നിയോഗങ്ങളാൽ ദൈവാത്മാവ് തന്നെ അയക്കുന്നു, ദൈവദൂതൻ തന്നെ അയക്കുന്നു എന്നുള്ളത് നാം കാണുകയാണ്. പ്രിയ ദൈവജനമേ, നമുക്കും ഓരോ ദിവസവും ദൈവശബ്ദം കേൾക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ മേഖലകളിലാണെങ്കിൽ അവിടെ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ ഇടയാകട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടുത്ത ചുവടുകൾ വയ്ക്കേണ്ടതായ സന്ദർഭങ്ങളിലാകട്ടെ അവിടെയും ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. ഇന്നത്തെ പകലിലും ദൈവശബ്ദത്തിന് വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് നമ്മെ തന്നെ താഴ്ത്തി ദൈവകരങ്ങൾ ബലമേൽപ്പിച്ച് കർത്താവെ, അങ്ങയുടെ ശബ്ദം എന്നെ ഓരോ ദിവസവും കേൾപ്പിക്കണമേ എന്നുള്ളതായ ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ പകലിൽ ഉള്ളതായ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാം. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടും.